ഇതുവരെ നീ ചെയ്ത സഹായത്തിനെല്ലാം നന്ദിയുണ്ട്. ഇനി ഞാനൊന്ന് ഒറ്റയ്ക്ക് നടന്നു നോക്കട്ടെ. അയ്യോ, ഒറ്റയ്ക്ക് മുകളിലേക്ക് നടക്കാൻ പറ്റുമോ? ഒറ്റയ്ക്കാണല്ലോ ഞാൻ മുറിയിൽ നിന്ന് അടുക്കള വരെ വന്നത്. എന്ത്? ഞാനേ ഒരു പോലീസുകാരനാ. ഒരുപാട് കൊല്ലമായി ഈ കാക്കിക്കകത്ത് കേറിയിട്ട്. ഏതവസരത്തിലും എങ്ങനെ പെരുമാറണ എന്ന് ഒരു പോലീസുകാരനെ ആരും പഠിപ്പിക്കണ്ട. വീണ് പോയപ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പലരെയും തിരിച്ചറിയാനും പറ്റി. രാജുവേട്ട, പതുക്കെ. അയ്യോ, അവന്തിക മോളെ, പോയി, എല്ലാം പോയി, എന്റെ കുടുംബവും പോയി. എന്താ? എന്തു പറ്റി? എന്തിനെങ്ങനെ പരിഭ്രമിക്കുന്നേ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മോളെ. അവൾക്ക് ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി തുടങ്ങി. എന്താ എന്താ പറഞ്ഞേ? ഇനി നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അവളെല്ലാം തിരിച്ചറിയാൻ തുടങ്ങി. എന്ന് പറഞ്ഞ അവര് പഴയതൊക്കെ ഓർത്തോ? അതല്ലേ ഞാൻ പറഞ്ഞത്. അവൾക്ക് മാറ്റം വന്നു തുടങ്ങി. എന്ത് പേരാ വിളിച്ചെന്ന് അവര് പറഞ്ഞോ? അതൊന്നും ആ സ്വാമി പറഞ്ഞില്ല. പഴയതെല്ലാം ഓർക്കാൻ തുടങ്ങി എന്ന് മാത്രം പറഞ്ഞു. സ്വപ്നത്തിൽ അവളെല്ലാം കണ്ടു. ഇതുപോലെ ഓരോ കാര്യങ്ങളായിട്ട് ഉടനെ തന്നെ ഓർമ്മ വരുന്നോ സ്വാമി പറഞ്ഞത്. വേറെന്തൊക്കെ പറഞ്ഞു? പണ്ടത്തെ അവളുടെ ബന്ധുക്കളെ കുറിച്ച് എന്തേലും പറഞ്ഞോ? സ്വാമി അങ്ങോട്ടൊന്നും തുറന്നു പറയുന്നില്ല. സ്വാമിക്കും ആ കൂടെ നിൽക്കുന്ന യോഗിനിക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. മോളെ, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മൂർത്തി, ഉടനെ തന്നെ വരാൻ പറയണം എന്റെ കബീർ ഖാനോട്. ശരി മാഡം. കബീർ ഖാനോ? ആരാത്? കബീർ ഖാൻ നല്ല മിടുക്കനാ. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ചെയ്തു തരും. വരുന്നതും പോകുന്നതും ആരും അറിയില്ല. കൂട്ടത്തിൽ ഒരാളെ പോലെ ഇങ്ങനെ നിൽക്കും. സമയമാകുമ്പോ കാര്യം തീർത്ത് പണവും വാങ്ങി സ്ഥലം വിടും. അതാണ് കബീർ ഖാന്റെ ഒരു രീതി. ആര് വന്നാലും വേണ്ടില്ല, എന്ത് ചെയ്താലും വേണ്ടില്ല, അവൾക്ക് ഓർമ്മ കിട്ടരുത്. കബീർ ഖാനോട് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ കയറാൻ പറയണം. ശരി മാഡം. മോളെ, ഞാനിന്ന് മുറിയിലോട്ട് ചെല്ലട്ടെ. ചിലപ്പോ പെട്ടെന്ന് അവൾ എന്തെങ്കിലും വീണ്ടും ഓർത്താലോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഉടനെ തന്നെ വിവരം അറിയിക്കണം. ശരി മോളെ. അതിപ്പോ അങ്ങ് കോടതിയിലല്ലേ. ഇനി കോടതി അങ്ങ് തീരുമാനിക്കട്ടെ. അവളുടെ തലയിലേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുത്തത് ഓരോന്ന് എനിക്കറിയാം. കെട്ടിയ പെണ്ണിനെയും കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നതല്ല നമ്മുടെ പാരമ്പര്യം. ഓഹോ, കെട്ടിയ പെണ്ണിനെ നന്നായി നോക്കിയതുകൊണ്ടാണല്ലോ അവര് രായ്ക്ക് രാമാനെ കുഞ്ഞിനെ എടുത്ത് വീട് വിട്ട് ഇറങ്ങി പോയത്. അതുകൊണ്ട് ആ കഥയെന്ന് എന്നെ കൊണ്ട് കൂടുതൽ അങ്ങോട്ട് പറയിപ്പിക്കണ്ട. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അറിഞ്ഞുകൊണ്ട് അർച്ചനയോട് ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അർച്ചനയുടെ മനസ്സില് തെറ്റിദ്ധാരണകൾ മുഴുവൻ ഉണ്ടാക്കിയത് അവന്തികയെ.
എല്ലാ രീതിയിലും എന്നെയും നമ്മുടെ കുടുംബത്തെയും ദ്രോഹിച്ചത് അവളാ. ദേ, കഴിവുള്ളവരെ എവിടെയും ജയിക്കും. അല്ലാത്തവരെ ആരുടെങ്കിലും ദ്രോഹത്തിന്റെ കഥ പറഞ്ഞങ്ങ് നടക്കും. അവന്തിയുടെ തണലില്ല നീ ഇപ്പൊ ജീവിക്കുന്നേ. അവള് നിന്നെയും ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക. മോനെ, ആതിരയ്ക്കും കുഞ്ഞിനും നിന്നെ വേണം, അത് പറയാനാ ഞാൻ വന്നേ. നിന്റെ ഭാര്യ വേണമെങ്കിൽ നിനക്ക് ഉപേക്ഷിക്കാം, പക്ഷേ അമ്മക്കുട്ടിയെ നിനക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ദേ, ഇനി അതൊക്കെ കോടതി തീരുമാനിക്കുന്ന പോലെ അങ്ങ് നടക്കട്ടെ. എടാ, മഹാപാപം പറയരുത്. കോടതിയാണോടാ നിന്റെ കുഞ്ഞിന്റെ കാര്യം തീരുമാനിക്കുന്നേ? നീ ഒരു അച്ഛനാണോടാ? നീ ഇപ്പം തന്നെ എന്റെ കൂടെ വരണം. ശരി, ഞാൻ വരാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അവന്തികേട്ടത്തിക്കെതിരെയുള്ള എല്ലാ കേസുകളും ഉടൻ പിൻവലിക്കണം. സന്ദീപേ, നിനക്കെന്താടാ ഭ്രാന്താണോ? നിനക്കും എനിക്കും ഒക്കെ അവകാശപ്പെട്ട നമ്മുടെ അച്ഛന്റെ ചോരയും നീരുവാ അവള് കൈയടക്കി വെച്ചിരിക്കുന്നേ. അതൊക്കെ അറിഞ്ഞിട്ടും നിനക്ക് എങ്ങനെ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്നേ? എനിക്കൊരു ഭ്രാന്തും ഇല്ല. ഞാൻ നല്ല സ്ഥിരബുദ്ധിയോട് കൂടി തന്നെയാ സംസാരിക്കുന്നത്. എടാ സന്ദീപേ, നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നേ?